സാറേ, ഇന്നലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുണ്ട്. അതിൽ LDFന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. UDF മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പഞ്ചായത്തുകളുടെ ഭരണം UDF പിടിച്ചെടുത്തു. ഇതിൽ നിന്ന് എന്താണ് ഇനി ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വഴിയാണോ തെളിയുന്നത്? കേരളങ്ങളൊക്കെ തന്നെ പോകും, അത്രയേ ഉള്ളൂ. BJP മാറ്റൊന്നുമില്ലല്ലോ സീറ്റിന്. 3 മറ്റേ കൊല്ലത്ത് നടന്ന 2 സീറ്റുകൾ 3 സീറ്റല്ലേ, അവിടെ LDF നിലനിർത്തിച്ചു. അവിടെ സ്ട്രോങ് ഹോൾഡ്സ് അവർ നിലനിർത്തുന്നുണ്ട്. മറ്റേ UDFന്റെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ CPM പിടിച്ചെടുത്ത LDF പിടിച്ചെടുത്ത മേഖലകളാണ് ഇപ്പം തിരിച്ചു പോയിരിക്കുന്നത്. CPM അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരാൻ പറ്റും. ഇപ്പം നമ്മൾ പിന്നെ തൃശ്ശൂർ നടന്ന ബൈ ഇലക്ഷനിലൊക്കെ നമ്മൾ കാണുന്നത്, ചാലക്കര ബൈ ഇലക്ഷൻ നമ്മൾ കാണുന്നത് കോൺഗ്രസ് CPM അവരുടെ സ്ട്രോങ് ഹോൾഡ് നിലനിർത്തുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ആ രീതിയിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. VD സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ. ഭരണവിരുദ്ധ VD സതീശൻ വലിയ പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട്. പക്ഷെ VD സതീശന്റെ പ്രശ്നം CPMന്റെ കയ്യിലുള്ള സീറ്റുകളെ പിടിച്ചെടുക്കാൻ തന്നെ പറ്റുന്നില്ല. കുറച്ച് മുമ്പ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് നിലനിർത്താനേ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ തോൽക്കുന്ന സമയത്ത് നിലനിർത്തുക എന്നുള്ളത് തന്നെ വലിയ സംഭവമാണ്. ഇനിയും തോറ്റു കഴിഞ്ഞാൽ ഉള്ള മൊബൈൽ കൂടി നഷ്ടപ്പെടും. VD സതീശനെ ഉള്ളൂ കൂടുതൽ പ്രതീക്ഷ ഉയർത്തുന്ന നേതാവ്, കരുത് സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ലാസ്റ്റ് ടൈം പോലെയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ലാസ്റ്റ് സമയത്ത് നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ബലാബലാണ് വന്നത്. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടായി, ബൈ ഇലക്ഷൻസ് കോൺഗ്രസ് ജയിക്കുന്നു. അപ്പം പക്ഷേ ഉമ്മൻചാണ്ടി സാറിന് എന്ത് പറ്റിയത്, അതായത് ഒരു ഐ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി സാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അതായത് ഇനി ഉമ്മൻചാണ്ടി തുടർഭരണം കിട്ടിയാൽ പിന്നെ ഞങ്ങളൊക്കെ ഒന്നും അല്ലാതായി പോകുന്ന ഫീൽ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു. അങ്ങനെയാണ് ഐ ഗ്രൂപ്പിന്റെ ആളുകൾ കൂടുതലായിരിക്കുന്നത്. ഐ ഗ്രൂപ്പിന്റെ പലരും തോറ്റുപോയി. LDFന് ഭരണം കിട്ടിയ ജിഷ കേസൊക്കെ വലിച്ചു നീട്ടിക്കൊണ്ടുവന്നു. ജിഷ കേസിന്റെ കാര്യത്തിൽ അന്ന് അന്വേഷിക്കുന്ന സെൻകുമാർ സാർ കണ്ടെത്തിയപ്പോൾ ഒന്നും വേറെ കണ്ടെത്തിയിട്ടില്ല. ആ കണ്ടെത്തലായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തായാലും അന്ന് LDF ഒന്ന് പിടികൂടി എന്ന രീതിയിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയെ അന്ന് സെൻകുമാർ സാറിന് പിന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ആളല്ലേ. പിന്നെ ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല, കാരണം എനിക്ക് ചില വ്യവഹാരങ്ങളും ചോക്കാൻ വയ്യ. ഏതായാലും ആ അന്വേഷണം ഡ്രാഗ് ചെയ്തിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പറ്റി നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കിയത് സുധീരന്റെ കടുംപെട്ട് പതിവ്. അപ്പം LDFന്റെ ഇലക്ഷൻ സമയത്ത് പറയുകയാണ്, ഇപ്പോൾ ഗോവിന്ദ മാഷ് വന്നിട്ട് പറയുകയാണ്, ഈ LDF ഗവൺമെന്റ് കടുംപെട്ട നടത്തുന്നത് എങ്ങനെ ഉണ്ടാവും, അത് ഒറ്റൊന്നിനോട് 15 സീറ്റ് പോകും. അതേപോലെ സുധീരൻ അന്ന് ചെയ്തു. പക്ഷേ LDFന് അങ്ങനെ ഒരു സാഹചര്യമില്ല. ഉമ്മൻചാണ്ടി സാർ നേരിട്ട പോലെ പിന്നിൽ കുത്തുന്ന സാഹചര്യമില്ല. പിന്നിൽ കുത്താൻ ശക്തിയുള്ള ഘടകകക്ഷികളുമില്ല. കോൺഗ്രസിന് മാണിക്കും ലീഗിനും ഒക്കെ കുത്താൻ പറ്റിയിരുന്നു അന്ന്. അങ്ങനെ ഒരു ശേഷിയുള്ള ഘടകകക്ഷികൾ LDFിലില്ല. CPIന്റെ ശക്തി നമുക്കറിയാലോ. ഒരു മണ്ഡലത്തെ തോൽപ്പിക്കാനുള്ള ശേഷിയൊന്നും CPIക്ക് ഇല്ല. പിന്നുള്ളത് എന്താണ്? പിന്നുള്ള ഈ കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസിന് ഇപ്പോഴും CPM വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. കാരണം മാണിക്കുള്ള വോട്ട് പോലും കുഞ്ഞുമാണി ജോസ് കെ മാണിക്കുള്ള വോട്ട് പോലും എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത ടീമാണ്. അപ്പോൾ CPM അവരുടേതായ ഒരു മെഷീനറി പാർട്ടിയുടെ സംവിധാനം ഉപയോഗിച്ചാണ് LDFനെ നയിക്കുന്നത്. അത് ഏതാണ്ട് കംഫർട്ടബിളാണ്. അതിൻ്റെ ഇടയിൽ പാർട്ടിയിലും പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ ഭരണത്തിനെതിരെ നെഗറ്റീവ് പ്രശ്നമൊന്നുമില്ല. ഒരാൾ പോലും പറയുന്നില്ല മാത്രമല്ല അങ്ങനെ അഭിപ്രായം നമ്മളെ പത്രക്കാർ ഓരോ സമയത്ത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നല്ലാതെ ഒന്നും കേട്ടിട്ടില്ല. അല്ല, ഇപ്പോൾ നടക്കുന്ന കൊല്ല സമ്മേളനത്തിൽ രൂക്ഷമായ അതൊക്കെ അത് ഇതിലും വലിയ വിമർശനം മുമ്പ് നായനാർക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നീയൊക്കെ കുട്ടിയായിരിക്കും സ്കൂളൊക്കെ പഠിക്കുക. നായനാരെ പറ്റി എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഇയാൾ കോമാളിയാണ്, ഇയാൾ കേരളത്തെ അപമാനം എന്നൊക്കെ പറഞ്ഞ് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും വിമർശനമല്ല. പിന്നെ ലോക്കലായിട്ട് ചില ആളുകൾ ഏരിയ സമ്മേളനത്തിലൊക്കെ ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും വളരെ ചെറിയ രീതിയിലേ ഉണ്ടാകുന്നുള്ളൂ. അതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പാർട്ടിക്ക് പറ്റുന്നുണ്ട്. പാർട്ടിക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ പാർട്ടി ഇപ്പോൾ SFI തൊട്ടിട്ട് ബാലസംഘം തൊട്ടിട്ട് CIT വരെയുള്ള പാർട്ടിയുടെ ഘടകങ്ങൾ ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്. അവർ കൃത്യമായതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി സൗണ്ടാണ്, സംഘടനാപരമായ സൗണ്ടാണ്, പൊളിറ്റിക്കലി സൗണ്ടാണ്. അതങ്ങനെ നിൽക്കുന്ന കാലത്തോളം പാർട്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അടുത്ത നിയമസഭാ ഇലക്ഷൻ BJP മിക്കവാറും വോട്ട് മാറ്റി ചെയ്യും. കാരണം കോൺഗ്രസിനെ പുറത്തിരുത്തി നശിപ്പിക്കാനും LDFനെ ഭരണത്തിലിരുത്തി നശിപ്പിക്കാനും BJPക്ക് ഒരു പ്ലാൻ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ നാളെ പറയാൻ 31 സുരേഷ് ഗോപിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി BJP വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് LDF കംഫർട്ടബിളാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ അവിടെ VD സതീശനും ടീമും യുവനിര വളരെ ശക്തമായി തന്നെ വലിയ പ്രതീക്ഷ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആള് വേണ്ടേ? നിങ്ങൾ പറയുന്ന ആളുകൾ വിശ്വാസത്തിൽ എടുക്കണ്ടേ? അതല്ലേ കാര്യമാണ്. ആളുകളുടെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്ന, ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന CPMന്റെ ഗുണം. ഒരു CPM കേസ് കുടുങ്ങിയാൽ അയാൾ പാർട്ടി വിരുദ്ധനാവുന്നവരെ എല്ലാ സപ്പോർട്ടും പാർട്ടിക്കാരും എങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും. കോൺഗ്രസ്സുകാർ 1-2 തവണ എന്തെങ്കിലുമൊക്കെ സഹായിക്കും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. BJPക്കാർ RSSകാരാണെങ്കിൽ 3-4 തവണ പിന്നെ വലിയ സഹായം ഒന്നും കിട്ടില്ല. ഇതിലൊക്കെ പലപ്പോഴും ഈ പ്രസ്ഥാനത്തിനൊക്കെ വേണ്ടി തല്ലുണ്ടാക്കി ആളുകൾ എന്നോട് പേഴ്സണലി പറയാം. CPM അതിൽ അവസാന നിമിഷം വരെ അവർ സപ്പോർട്ട് ചെയ്യും. അതിനിടയ്ക്ക് നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയും കൊടുക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഈ ചാനലിൽ വന്ന് സംസാരിച്ചുകൊണ്ട് മാത്രം ചിത്തം മാറില്ല. ഇപ്പം LDF എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനം നേരിട്ട ഒരു സമയം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനാണ്. ഭയങ്കര വിമർശനം. പറഞ്ഞാൽ
നമ്മൾ ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് സീറ്റിന്റെ എണ്ണം കൂടി. പിന്നെ കോവിഡ് സാഹചര്യം BJP എടുത്ത ടാക്ടിക്കൽ സ്റ്റാൻഡൊക്കെ അതിലൊരു ഘടകമാണ്. എങ്കിൽ പോലും എതിരുണ്ടായിരുന്ന അത്ര ശക്തമായ ആരോപണമാണ്. കേരളം മാറി എന്നുള്ളതാണ്. ഡെലിവർ ചെയ്യാൻ പറ്റുന്ന, ആലോചിച്ചിട്ട് തമ്മിൽ ഭേദമായി എന്ന് തോന്നാവുന്ന ആളുകൾ കേരളം വോട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പൾസീവ് അല്ല വോട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം സതീശൻ കൊള്ളാം. പക്ഷേ CPM-ന്റെ കോട്ടയിൽ കൂടി കയറി അവിടെ ആളുകളെ വിശ്വാസം നേടിയെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ലോക്സഭാ ഇലക്ഷൻ ജയിച്ചില്ല, അത് കഴിഞ്ഞ തവണ ജയിച്ചിരുന്നു. ലോക്സഭാ ഇലക്ഷൻ കേന്ദ്രത്തിൽ BJP മോഡിക്കെതിരെ നടക്കുന്ന വോട്ടാണ്. കേരളത്തിൽ ഹിന്ദുക്കൾ വരെ നല്ല 40% മോഡിക്കെതിരാണ്. 40 ഞാൻ കൂട്ടുന്നുള്ളൂ. ആണല്ലോ, നിങ്ങൾ മുസ്ലിങ്ങളെക്കാട്ട് ക്രിസ്ത്യാനികളെക്കാട്ടും ഇവിടെ മോഡി വിരോധമുള്ള ഹിന്ദുക്കൾക്കാണ്. അപ്പോൾ 40% കൂട്ടിയോ ഹിന്ദുക്കളുടെ ഇടയിൽ. അപ്പോൾ അവരെല്ലാം കൂടി എന്ത് ചെയ്തു? മോഡിക്കെതിരെ ഓൾട്ടർനേറ്റീവ് ആരാണ്? കോൺഗ്രസിന് വോട്ട്. രണ്ടെന്ത് ചെയ്തു? RSS കഴിഞ്ഞ തവണ കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് കൂടുതൽ സീറ്റ് ഇട്ടണം എന്ന് ആഗ്രഹിച്ചതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അല്ലെങ്കിൽ ഇങ്ങനൊന്നും കണ്ടാൽ പോരാ. അല്ലെങ്കിൽ അതോടൊപ്പം 2021 വലിയ രീതിയിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് LDF-ന് ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കാനൊരു സാധ്യതയുണ്ട് ഈ ലോക്സഭ. അത് വരാൻ സാധ്യതയുണ്ട്. കാരണം ദേശീയ തലത്തിൽ മോഡിയോട് നേരിടാനുള്ള ശേഷി, മോഡി ഫയൽവാനാണെങ്കിൽ 6 പാക്ക് ഉള്ളത് രാഹുൽ ഗാന്ധിക്കാണ്. അപ്പം കുറച്ചെങ്കിലും നേരിടാൻ ശേഷിയുള്ള കോൺഗ്രസിനാണ്. ഇവിടെ അതല്ല. ഇവിടെ സുരേന്ദ്രന് 6 പാക്ക് ഉണ്ട്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് പിണറായി വിജയൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ലൊരു രണ്ടാം നില ലീഡർഷിപ്പ് ഉണ്ട്. ഇവരെല്ലാം ഫുൾ ടൈം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. ഞാനൊരിക്കലും കോടിയേരിയോട് ഇങ്ങനെ അറിയണ്ടായി. ഈ കോടിയേരി കുഴപ്പമില്ലാത്ത ബന്ധം എനിക്കുണ്ടായി കോടിയേരിയായിട്ട്. അപ്പോൾ കോടിയേരി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഫുൾ ടൈമേഴ്സിനൊക്കെ നിർത്തേണ്ട സമയമായി. ആം ആദ്മി പാർട്ടിയെ പോലെ ജോലിയുള്ള പാർട്ട് ടൈം ആയിട്ട് പൊളിറ്റിക്സ് ചെയ്യുന്ന ആളുകളാണ് ഇനി ആവശ്യം. കോടിയേരി എന്നോട് പറഞ്ഞു നിങ്ങളത് ബാക്കിയെല്ലാം ശരിയാണ്, ഇത് ശരിയല്ല. കാരണം ഫുൾ ടൈമേഴ്സിനാണ് ഫുൾ ടൈം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, അവരെ ഒഴിവാക്കാൻ പറ്റില്ല. കോടിയേരി അതൊന്നും ശരിയാണ്. ഞാൻ പിന്നെ അന്നത്തെ പ്രായത്തിൻ്റെ അടുത്ത് ചാട്ടം വെച്ചിട്ടുണ്ട് വന്നു. ആ ഒരു ഫുൾ ടൈമേഴ്സ് അവരെല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. RSSന്റെ പ്രചാരകസിനെ പോലെയാണ്. RSSന്റെ പ്രചാരകസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ CPM-നെ പോലെ വിപുലമായൊരു സിസ്റ്റം കേരളത്തിലില്ല. ചില മേഖലകളൊന്നും RSS സ്ട്രോങ് അല്ല. മുസ്ലിം മേഖലകൾ വരെ CPM-ന് കയറി ചെല്ലാൻ പറ്റും, RSS-ന് പറ്റണമെന്നില്ല. ക്രിസ്ത്യൻ മേഖലയ്ക്ക് കയറി ചെല്ലാൻ പറ്റും. അപ്പം അതുകൊണ്ട് അതല്ല, ഈ പറഞ്ഞ RSS പ്രചാരകർക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞു 40% ഹിന്ദു കമ്മ്യൂണിറ്റി കേരളത്തിൽ അവരെ നെഗറ്റീവായിട്ടാണ് കരുതുന്നത്. പക്ഷേ CPM-നെ കോൺഗ്രസ്സുകാരെ അങ്ങനെ കരുതുന്നില്ല. കോൺഗ്രസിന് അങ്ങനെ സിസ്റ്റമല്ല, CPM-ന് അങ്ങനെ സിസ്റ്റമുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ നിരന്തരം കാണുന്ന ആളുകളാണ് നിയമസഭയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരിക. ലോക്സഭയിൽ അതല്ല, ഒരു വലിയൊരു ഏരിയയാണ്. പിന്നെ ഇപ്പം ദേശീയ രാഷ്ട്രീയം. അപ്പം അതൊക്കെ കൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ LDF കംഫർട്ടബിൾ ആണ്. പിന്നെ അവസാന നിമിഷം എന്താ സംഭവിക്കുമെന്ന് നമുക്കറിയാം. പാർട്ടിക്ക് അടിത്തറയുണ്ട്, അതോടൊപ്പം തന്നെ ആ അടിത്തറയുടെ ബലത്തിൽ വിജയിക്കുമെന്നാണ് സാറ് പറഞ്ഞത്. പക്ഷെ ആ അടിത്തറ ഉള്ളത് ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ വിമർശനം ഉയരുന്നത് ഈ CPM-ന്റെ അണികൾ ഇപ്പോൾ അലസരായി മാറിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയാണല്ലേ BJP ബാങ്ക് ചെയ്യുന്നത്. ഇനി കൂടുതൽ അലസരാവണം. ഈ ഓപ്പിയം ഉണ്ടാകാൻ അറിയില്ല. ബ്രിട്ടീഷുകാർ ചൈനക്കാർ ഊർജ്ജസ്വലരായിട്ട് ഇന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഓപ്പിയം കയറ്റുമതി അവിടെ കുറഞ്ഞ വിലക്ക് കൊടുത്തു. അപ്പോൾ പിള്ളേര് മൊത്തത് കഴിച്ച് കറങ്ങി അടിച്ച് നടക്കലായിരുന്നു. അതുകൊണ്ടാണ് രാജാവ് അന്ന് ഓപ്പിയം വാദം ഉണ്ടാക്കിയത്. അവർക്കെതിരെ ഓപ്പിയം യുദ്ധം, കറുപ്പ് യുദ്ധം, ചൈനക്കെതിരെ, പിന്നെ ബ്രിട്ടീഷർക്കെതിരെ. അതിനവർ തോറ്റുപോയി. അതേപോലെ BJP ഓപ്പിയം കൊടുക്കുന്ന അധികാരം എന്ന രീതിയിലാണ് CPM-ന്. ഫസ്റ്റ് ഗവൺമെൻറ് സമയത്ത് ആളുകൾ കൂടുതൽ ഊർജ്ജസ്വലരായിരുന്നു. ഇപ്പോൾ അതൊരു അലസതയൊക്കെ വന്നിട്ടുണ്ട്. ആളുകൾ അടുത്താണെങ്കിൽ കൂടി കിട്ടുമ്പോൾ അലസത കൂടും. പ്രത്യേകിച്ച് അങ്ങനെയാണ് ഭരണത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്. അതുകൊണ്ടല്ല RSS അധികം ഇതിൽ കൈകടത്താത്തത്. ഈ സമയം RSS നേരിട്ട് അധികാരത്തിൽ വന്നോട്ടെ ശിവസേനയുടെ അവസ്ഥയാവും. RSS എന്തുകൊണ്ടാണ് ഇതിൽ മോഡിനെയൊക്കെ വിട്ടുകൊടുക്കല്ല, മോഹൻ ബഗാനായിക്കൂടെ? ആവില്ലല്ലോ. അതിന് കാരണം അതാണ്. അധികാരം നിങ്ങൾ നേരിട്ട് ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഈ പ്രചാരകസൊക്കെ ഇപ്പം വേണമെങ്കിൽ അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊക്കെ താമസിക്കുക. അതിനുള്ള എല്ലാ കപ്പാസിറ്റി ഉണ്ടല്ലോ, അവർ താമസിക്കില്ലല്ലോ. എന്താ താമസിച്ചാൽ അത് വൺസ് മണത്താൽ വലിയ പ്രശ്നമാണ്. മനുഷ്യരാണ്. രാജശില്പിയിലെ മോഹൻലാലിനെ പോലെ ആയിപ്പോകും. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പറയും, പക്ഷേ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അടുത്ത തവണയും കൂടി വരുമ്പോൾ എന്താ വെച്ചാൽ ഭരണത്തിലിരുന്നാലേ CPM നശിക്കുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിന് ബിയർ കൂടും. കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാൽ ചത്തതുപോലെയാണ്, ഭരണത്തിലിരിക്കുമ്പോൾ അതിന് ബിയർ കൂടും. അപ്പോൾ ഇതാണ് BJP-ന്റെ സ്റ്റാൻഡ്. അല്ല, അലസത കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അല്ല, അലസത ഇപ്പൊ വലിയ അലസത അല്ല. അടുത്ത തവണയും കൂടി കിട്ടുമ്പോൾ അലസത അതിന്റെ പാരമ്യത്തിലെത്തും. അന്നപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താന്നുള്ളതാണ് BJP-ന്റെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.